തിങ്കിങ് അബൌട്ട് ഹർ സോ മച്ച്. ഐ എം സോ റെസ്റ്റ്ലെസ്. എൻ്റെ ലക്ഷ്യം പോലും മാറിയിരിക്കുന്നു. ഇവിടെ വരും വരെ അവളോടുള്ള പ്രതികാരം അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ഈവൻ അവളെ തകർക്കാനായിരുന്നു ഞാൻ ദേവാനന്ദോമയായത്, ജസ്റ്റ് ടു ഗിവ് ഹർ പെയിൻ. പക്ഷേ ഒന്നും വിചാരിച്ച പോലെയല്ല നടക്കുന്നത്. അമ്മയോട് ചെയ്ത വാക്കുപോലും ലംഘിച്ചാണ് ഞാനിവിടെ ദേവാനന്ദിലേക്ക് വന്നത്. ബട്ട് ടു ബി ഹോണസ്റ്റ്, ഇപ്പോൾ അവളോടുള്ള പകയ്ക്ക് പകരം എൻ്റെ ഉള്ളിൽ വേറെന്തൊക്കെയോ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലസ്റ്റ്, ഐ എം ഡാം ഷുവർ, ബട്ട് സംതിങ് മോർ ലൈക്ക്. ഇതുവരെ ഞാൻ ആഗ്രഹിച്ചതൊക്കെ ഏറെയല്ല ഒരാഴ്ച അല്ലെങ്കിൽ 2, അതിനുള്ളിൽ എൻ്റെ കയ്യിലെത്തും. അതിപ്പോ ഈ ലോകത്തുള്ള എന്തു തന്നെ ആയാലും അതിനുവേണ്ടി ഏതറ്റവും വരെയും ഞാൻ പോകുമായിരുന്നു. സങ്കടം, വേദന ഒക്കെ പണം കൊടുത്ത് മാറ്റാം എന്നുള്ളൊരു ധാരണയും ഉണ്ടായിരുന്നു. അതാണ് കണ്ടു വളർന്നതും ശീലിച്ചതും. കുട്ടിക്കാലത്തെ അമ്മയിൽ നിന്നും കിട്ടിയ പാഠമാണത്. അതുകൊണ്ട് സ്നേഹം എന്താണെന്നൊന്നും അറിയാൻ ശ്രമിച്ചിട്ടില്ല. ആകെയുള്ള ഒരു ആത്മാർത്ഥ ഫ്രണ്ട് ജീവയാണ്. പക്ഷെ ഇതിപ്പോ ഇറ്റ്സ് ഡിഫറെന്റ്. ഇവിടെ വന്നപ്പോഴാ ശരിക്കും ഒരു ഫാമിലി എങ്ങനെയാണെന്ന് മനസ്സിലായത്. ഒരച്ഛൻ്റെ കരുതൽ, ഒരമ്മയുടെ വാത്സല്യം, അതൊക്കെ ഇവിടെ നിന്നാ കിട്ടിയത്. ഇടയ്ക്ക് മനസ്സൊന്ന് പൊള്ളിപ്പിടയും, ഈ സ്നേഹത്തെ പോലും കബളിപ്പിക്കുകയാണല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ. പിന്നെ മീരയുടെ അടി ഓർക്കും, മനഃപൂർവ്വം വരവിൻ്റെ ഉദ്ദേശത്തിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കാൻ. ഐ എം ഫീലിംഗ് ലൈക്ക് ഐ എം ഇൻസൈഡ് എ നെറ്റ്. വരവിൻ്റെ യഥാർത്ഥ ഉദ്ദേശവും ഇപ്പോൾ ലഭിക്കുന്ന സ്നേഹവും നൗ മീരയോടുള്ള ഈ പുതിയ വികാരവും എല്ലാം ചേർന്ന്. മീര, അവൾ തനിക്കൊരു അത്ഭുതമാണ്. ആദ്യമായി കാണുന്ന അറിയുന്ന പെൺകുട്ടിയൊന്നുമല്ല. പക്ഷേ ഷീസ് ഡിഫറെന്റ്. ഒത്തിരി ധൈര്യശാലിയൊന്നുമല്ല, പക്ഷെ വ്യക്തമായ തീരുമാനങ്ങൾ ഉള്ളവളാ. ഐ ഈവൻ റിമെമ്പർ ദ ഫസ്റ്റ് ഡേ ദാറ്റ് ഐ മെറ്റ് ഹർ. ഒരു പച്ച ധാവണിയൊക്കെ എടുത്ത് ബാംഗ്ലൂർ കോളേജ് ഫസ്റ്റ് ഡേ വന്നവൾ. അന്ന് വെറും പുച്ഛമായിരുന്നു അവളുടെ ഡ്രസ്സിങ്ങിനോടും നീണ്ട മുടിയോടും ദാറ്റ് ഇന്നസെന്റ് ഐസിനോട് പോലും. എല്ലാം പുച്ഛം മാത്രം. കൊട്ടക്കിണറ്റിലെ തവള, അതാണ് തോന്നിയത്. പക്ഷേ അവളെ താൻ ശ്രദ്ധിക്കാൻ മാത്രം എന്തോ ഒന്ന് അവളിൽ ഉണ്ടായിരുന്നു. ദേവാനന്ദ ഓമയുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ കഴിയുന്ന ആൻ ഇൻവിസിബിൾ ത്രെഡ്. നാട്ടിൻപുറം നന്മവേഷമൊക്കെ കോളേജിലെ ഹൈഫൈ കുട്ടികളുടെ ഇടയിൽ ഒരു തമാശയായിരുന്നു. തന്റെ അധികാരത്തിന്റെയും തന്റെ ഇടത്തിന്റെയും മുമ്പിൽ ആരും തലയുയർത്താത്ത ആ ക്യാമ്പസിൽ തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യാതെ കടന്നുപോയ ഒരേ ഒരു പെൺകുട്ടി മീര. I tried to hate her. I even believed her innocence was an act. But those eyes holded a mysterious power. അതെന്റെ അഹങ്കാരത്തെ ചോദ്യം ചെയ്യുന്നതായി പോലും എനിക്ക് തോന്നി. അന്നവളുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ടോമിനെ കണ്ടപ്പോ കൈ ധരിച്ചതാ. പക്ഷേ സോക്കോൾഡ് ആനന്ദബൊമ്മ എന്ന ഈഗോ അതിന് സമ്മതിച്ചില്ല. എനിക്ക് ഉറപ്പായിരുന്നു ജീവ ഇടപെടുമെന്ന്. സത്യത്തിൽ അവസാനത്തെ അടി അതിനുള്ളതായിരുന്നു, അവളുടെ മേൽ കൈവച്ചതിന്. പിന്നെ അവളെ അടുത്ത് കാണുന്ന ഓരോ ചെറിയ മൊമെന്റ്സും ഞാൻ രഹസ്യമായി എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വയം സമ്മതിച്ചില്ല. ഈ നിമിഷം വരെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അതല്ലെന്ന് സ്വയം പ്രൂവ് ചെയ്യാനാണ് മരിയ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്തത്. ബട്ട് ഇറ്റ്സ് മോർ ലൈക്ക് എ ബൂമറാങ്. കറങ്ങി തിരിഞ്ഞ് മീരയിൽ തന്നെ. പിന്നെ ഇതൊരു വാശിയായി. ആനന്ദുവമ്മയെ വേണ്ടെന്ന് പറഞ്ഞവളോടുള്ള വാശി. അവൾ അടുത്ത് വരുമ്പോൾ ഐ ഡു ഫീൽ തിങ്സ്. അവളുടെ മുല്ലപ്പൂ മണമുള്ള നീണ്ട മുടിയും പേടമാൻ മിഴികളും ചെറിയ ചുണ്ടും എല്ലാം എനിക്കൊരു ലഹരിയാണ്. താൻ സ്വയം സമ്മതിച്ചില്ലെങ്കിലും അതാണ് സത്യം. പക്ഷേ സംതിങ് ഈസ് ഗിവിംഗ് മീ എ കൺട്രോൾ. ഒന്ന് ചുംബിക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ മനസ്സ് സമ്മതിക്കില്ല. ഒരു പക്ഷേ അവളെ നന്നായി അറിയാവുന്നത് കൊണ്ടാകും, അല്ലെങ്കിൽ ഇത്രയും നാൾ ഷീസ് നോട്ട് എ മച്ച് ഫോർ ദേവാനന്ദ് എന്ന് ചിന്തിച്ചിരുന്നത് കൊണ്ടാവും. നോട്ട് ഷുവർ. പക്ഷെ അന്ന് ആദ്യമായാണ് അവൾ ഇത്രയും എന്നോട് സംസാരിക്കുന്നത്. എന്നിട്ടും ഉള്ളത് സമ്മതിച്ചു കൊടുക്കാൻ മടിയല്ല. അവൾ വിശ്വസിക്കില്ല. ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവൾക്കതൊക്കെ ദേവാനന്ദ ഓമയുടെ നാടകമാണ്. അവളുടെ വീട്ടുകാരെയും അവളെയും ഒക്കെ കയ്യിലെടുക്കാനുള്ള നാടകം. നോക്കാം, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അതിനു മുന്നേ ജീവിയോട് സത്യങ്ങളെല്ലാം പറയണം. ബിക്കോസ് ഇനി അവനില്ലാതെ മുന്നോട്ട് ഒറ്റയ്ക്ക് പോകാൻ സാധിക്കില്ല. കാരണം ആനന്ദിനൊരു നോർമൽ മനുഷ്യനായി പെരുമാറാൻ അറിയില്ല, പ്രത്യേകിച്ച് സത്യങ്ങളെല്ലാം അറിയുന്ന ഒരുവളുടെ മുന്നിൽ. ജീവ, ഐ നീഡ് ടു ടോക്ക് ടു യു.